ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്ക് ഏതാണെന്ന് അറിയോ? അത് ഈഗോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഈഗോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള എന്തോ ഒന്നാണെന്ന ചിന്തയാണ്. എന്നാൽ സത്യം അതല്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാലേ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പവറാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ നിന്നുള്ള ഒരു ഉദാഹരണം നോക്കാം. വിരാട് കോഹ്ലി. ഗ്രൗണ്ടിൽ കോഹ്ലി അത്ര അഗ്രസീവ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് സ്ലെഡ്ജ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് കളിയാക്കിയാലോ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ വാരിയർ മോഡ് എന്ന് പറയുന്നത് ഉണരും. അവിടെ ആ ദേഷ്യവും ഈഗോയും അദ്ദേഹം ഉപയോഗിക്കുന്നത് ബാറ്റിലൂടെ റൺസ് അടിച്ചു കൂട്ടാനാണ്. അവിടെ ഈഗോ ഒരു നെഗറ്റീവ് കാര്യമല്ല, മറിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. തന്റെ കഴിവിൽ വിശ്വസിക്കുന്ന ആ ഒരു ഈഗോ കോഹ്ലിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ റൺ മെഷീൻ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ സിനിമകളിലേക്ക് നോക്കിയാൽ സ്ഫടികത്തിലെ ആടുതോമയെ ഒന്ന് ആലോചിച്ച് നോക്ക്. തന്നെ തോൽപ്പിക്കാൻ നോക്കിയ ഈ ലോകത്തിനു മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആടുതോമയുടെ ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ അയാളുടെ പോസിറ്റീവ് ഈഗോയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരാള് തന്റെ ഈഗോയെ ഒരു ആയുധമാക്കി മാറ്റി ലോകത്തെ നേരിടുന്ന ആ കാഴ്ചയാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടത്. സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, അത് കണ്ടു നിൽക്കുന്ന ചിലർക്കെങ്കിലും അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തവർക്ക് നിങ്ങളുടെ വളർച്ച ഒരു ഭീഷണിയാണ്. അതുകൊണ്ടാണ് അവര് നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാള് നിങ്ങളെ ഓവർ കോൺഫിഡന്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. അവർക്ക് നിങ്ങളുടെ അത്രയും ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ 9 മില്യണർമാരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ 10ാമത്തെ മില്യണർ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നോക്കിയാലേ നിങ്ങളുടെ ഫ്യൂച്ചർ പറയാൻ പറ്റും എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഒരു ലീഡർ തൻ്റെ കൂടെയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അത്രയധികം ശ്രദ്ധിക്കാറുണ്ട്. പലരും പഠിപ്പിക്കുന്നത് ഈഗയെ കൊന്നുകളയണം എന്നാണ്. എന്നാൽ ഈഗയെ കൊല്ലുകയല്ല വേണ്ടത്, അതിനെ മെരുക്കിയെടുക്കുകയാണ് വേണ്ടത്. കാട്ടിൽ അയച്ചുവിട്ട സിംഹം അപകടകാരിയാണ്. എന്നാൽ ശരിയായി ട്രെയിൻ ചെയ്താൽ അത് സർക്കസിലെ ഹീറോ ആകുന്ന പോലെ നിങ്ങളുടെ ഈഗോയെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ ഈഗോ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു അടയാളം ഉണ്ടാവില്ല. എല്ലാവരും പറയുന്നത് കേട്ട് ജീവിക്കുന്ന, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരാളായി നിങ്ങൾ മാറിപ്പോകും. ഈ ഈഗോയാണ് നിങ്ങൾക്ക് ഒരു പേരും നിലപാടും നൽകുന്നത്. നിങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മവിശ്വാസം വേണം. ലോകം മുഴുവൻ നിങ്ങളെ വിനയമുള്ളവനായിട്ട് കാണാൻ ആഗ്രഹിച്ചോട്ടെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പവർ ഉണ്ടായിരിക്കണം. കുറുക്കനെ പോലെ എല്ലാവരോടും പുഞ്ചിരിക്കുക, പക്ഷേ ആവശ്യം വരുമ്പോൾ സിംഹത്തെ പോലെ പ്രവർത്തിക്കുക. ഇതാണ് വിജയികളുടെ രഹസ്യം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നത് ലോകത്തെ കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് ലോകം അറിയണം. ഈഗോ ഒരു ആയുധം പോലെയാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് സുരക്ഷ നൽകും. തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈഗോ ഉണ്ടായിരുന്നു. അത് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടി മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയൂ. എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നത് നല്ലതാണ്. പക്ഷേ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു കാര്യമായിട്ട് മാറരുത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വാരിയർ മോഡ് എന്ന് പറയുന്നത് എപ്പോൾ പുറത്തെടുക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കേണ്ടി വരും. അവിടെ ഈ ഈഗോയാണ് നിങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് ഇത് നിങ്ങളെ സംരക്ഷിച്ചു നിർത്തും. എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ജീവിതത്തിൽ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനാണ് വേണ്ടത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നിങ്ങളുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. ചുറ്റുമുള്ളവരുടെ നെഗറ്റീവ് കമന്റുകൾ കേട്ട് തളർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവറാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവർക്കൊരിക്കലും നിങ്ങളെപ്പോലെ ആകാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് ഈഗോയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു പാവമായിട്ട് ജീവിക്കാൻ നിൽക്കരുത്. പകരം അതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ആ കരുത്ത് പുറത്തെടുക്കുക. സ്വന്തം വില തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വില നൽകാനും കഴിയൂ. നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ലോകം നിങ്ങളെയും ബഹുമാനിക്കുള്ളൂ. ലക്ഷ്യങ്ങൾ വലുതാക്കണം. അത് നേടിയെടുക്കാൻ നിങ്ങളുടെ ഈഗോയെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം.